ആ നീ ട്യൂഷന് വന്നിട്ട് 2 ദിവസമായല്ലോ. എവിടെ പോയി കിടക്കായിരുന്നു? കല്യാണത്തിനാ? ഏയ് കല്യാണം കഴിച്ച് അവരൊക്കെ അങ്ങ് പോവും കേട്ടാ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ പഠിത്തവും. ആ നാളെ നീ അച്ഛനും അമ്മയും ആരെല്ലാം കൊണ്ട് വന്നാൽ മതി അങ്ങോട്ട്. ആ ശരി. താണ്ട പറഞ്ഞു അമ്മ, താണ്ട പറഞ്ഞു നമ്മുടെ മൂത്തമ്മ. അതെ ഞാൻ ബാത്റൂമിൽ കാണും കേട്ടാ. അമ്മ ഇപ്പോൾ തൽക്കാലത്തിനൊന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അല്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ബാത്റൂമിൽ കയറി. അല്ല പേടിച്ചിട്ടൊന്നുമല്ല. ആ എനിക്കറിയില്ല. നമ്മുടെ മോനവിടെ ഞാൻ വരുമ്പോ വരാതെ നിക്കണോ? ഇപ്പൊ അങ്ങോട്ട് പോയി. അവനവിടെ പോയി നോക്കലല്ലോ എന്റെ ജോലി. ആണല്ലേ? അവനെന്നെ പേടിയാണ്. അവനറിയാം ഞാൻ ദേഷ്യം വന്നു കഴിഞ്ഞാ ഞാൻ എന്തു ആകുവാന്ന്. ആ എന്ത് ചെയ്യടാ നീ ദേഷ്യം വന്നാ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാ, നീ എന്ത് ചെയ്യും? അമ്മ അവന് എവിടെ ഉള്ളത്? അവനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി, വേറൊന്നും ഞാൻ ചെയ്യില്ല. അല്ല നീ അല്ലെങ്കിൽ എന്താ ചെയ്യാവനെ? അതെനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചു, നീ എന്ത് ചെയ്യാവനെ? അമ്മ പറയണ പോലെ ഒന്നല്ല കാര്യം. അവൻ എന്നെ പേടിയാണെന്ന്. എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് 2-3 കാര്യങ്ങൾ ചോദിച്ചൊന്ന് ക്ലിയർ ചെയ്യാണ്ട്, വേറെ ഒന്നല്ല. അമ്മ പേടിക്കണ്ടെന്ന്. എനിക്ക് പേടിയാ? ആഹാ കേശുവേ, ഇവിടെ കട്ടിലടിയില്ല പേടിത്തോട്ടെ. എവിടാ നീ? കേശുവേ എവിടാ? എന്ത് കഷ്ടം! എന്തുകൂടെ ബഹളം എന്തുവാ? സ്വസ്ഥമായിട്ട് ബാത്റൂമിൽ പോയി സമ്മതിക്കൂലേ? എന്നിട്ട് ബാത്റൂമിൽ പോയാ? പോയി. അത് ഞാൻ പറഞ്ഞാണ്ട് പേടിച്ച് ബാത്റൂമിൽ പോയതായിരിക്കും അല്ലേ? എന്ത് കമ്മാന്ന്? എന്താ അമ്മയില്ലെങ്കിൽ ഞാൻ പിടിച്ച് തിന്നോടാ നീ? നിർത്തടാ. നിന്റെയൊക്കെ പ്രശ്നം എന്താണ് ഇപ്പോ? നിന്റെ ഏതോ പേപ്പർ അവിടെ ആവശ്യമുള്ളത് കണ്ടില്ല. അപ്പൊ വീട്ടിലുണ്ടോന്ന് ഇവനോട് നോക്കാൻ പറഞ്ഞു. അതിന്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അവൻ ചെന്ന് റൂമിൽ ചെന്ന് നോക്കി. ആ പേപ്പർ അവിടെ കണ്ടില്ല. ഒന്നെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അത് താഴ്ത്തി വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവനൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അവന്റെ കയ്യിൽ നിന്ന് അത് താഴ്ത്തി വിട്ടിട്ടുണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം? ഇല്ലമ്മ, ഞാനത് ക്ലിയർ ആയിട്ട് അവിടെ വച്ചാണെന്ന്. പിന്നെ പോരാണെന്ന്. അമ്മ ഞാൻ ആ പേപ്പർ ക്ലിയർ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച് ബുക്കിനകത്ത് വെച്ചാണെന്ന്. കാരണം എനിക്ക് മാനേജറായിട്ട് സംസാരിക്കുമ്പോൾ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാനുണ്ടെന്നേ. അപ്പൊ അത് നോക്കി വേണം പറയാൻ കറക്റ്റ് ആയിട്ട്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള പേപ്പർ ആയിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത്? അപ്പൊ അത്ര ഉത്തരവാദിത്തം ഉള്ളൂ നിനക്ക്. അതെന്നെ ഞാനും പറയണം, അത്ര ഉത്തരവാദിത്തം ഉള്ളൂ ചേട്ടന്. എടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ? എടാ നീ സേവാ കേന്ദ്രത്തിൽ പോയിട്ട് നീ ഇന്നേ ഒരു സാധനം മറന്നിട്ട് എടുക്കാൻ വന്നിട്ടില്ല? പേപ്പറൊന്നും മറന്നിട്ടില്ല, എടുക്കാൻ വന്നിട്ടില്ല. അച്ഛനെ പോലെ തന്നെ സൈറ്റിൽ പോകുമ്പോൾ ഈ കണക്ക് എഴുതി വെച്ച് പേപ്പർ എടുക്കാൻ വന്നിട്ടുണ്ടല്ലോ, അമ്മയും വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ സ്വാഭാവികമാണ്. നീ അതിൽ കഴി ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട കേട്ടാ. നീ വെറുതെ അവൻ്റെ അടുത്ത് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ വിശദീകരണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നീ അവനോട്ടുള്ള പ്രശ്നം എന്താ? അത് ഞാൻ പറയാം. അമ്മ ഞാൻ പറയണ കേൾക്കുമ്പോ, ഇവൻ സേവാ കേന്ദ്രത്തിൽ ഇരുന്നപ്പോൾ ഇവനെ ഞാൻ 1-2 പ്രാവശ്യം ഈ അർജന്റ് കാര്യം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഇവൻ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിച്ചപ്പോൾ അവനെ എടുത്തിട്ട് ഞാൻ പിന്നെ വിളിക്കാട്ടാ എന്ന് പറഞ്ഞ് ടക്കേന്നൊരു കട്ടാക്കലും. എന്നിട്ട് തിരിച്ച് വിളിച്ചില്ല. ഇപ്പൊ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, എനിക്ക് ആ ഒന്ന് ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരണം ആ പേപ്പർ. നിസ്സാര മട്ട് മന്നിച്ച് നടക്കല്ലേ, ഒരു ബോധമില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല, ഈസി ആയിട്ട് എടുക്കാണ്. എടാ നിനക്ക് ഞാൻ മൊബൈൽ ഫോൺ മേടിച്ചെന്നില്ല, എന്തെങ്കിലും ഒരു ഗുണം വേണ്ട, എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? അങ്ങനെ പറഞ്ഞു വാ. എനിക്ക് ആദ്യമേ തോന്നിയതാ. തോന്നി, എനിക്ക് ആദ്യം ഇതാന്ന് തോന്നി എനിക്ക്. അവൻ അതേ കയറി പിടിച്ച് അവന് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. കണ്ടാ പോയ പോക്കണ്ട. നീ പോടാ. പിന്നെ മാനേജർക്ക് എന്നോടുള്ള മതിപ്പ് ഇത്തിരി കൂടിയിട്ടാ. എന്നെ മിക്കവാറും ടീം ലീഡറാക്കും. അല്ല ഏത് ബ്രാഞ്ചിൽ? ഈ ബ്രാഞ്ചിൽ തന്നെ. അപ്പൊ അവിടെ വേറെ ടീം ലീഡർ ഇല്ലേ? ആ ടീം ലീഡറിന് മിക്കവാറും പ്രൊമോഷൻ കിട്ടും, വിത്ത് ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ. ആണോ? എന്തായാലും ആത്മാർത്ഥയോടെ അവരൊരു ജോലി ഏൽപ്പിക്കുമ്പോ നീയും അത് ആത്മാർത്ഥതയോടെ തന്നെ ചെയ്യണം. ഉറപ്പരുത് കേട്ടാ. അത് ഉറപ്പമ്മ. പിന്നെ മേഡ മോനെവിടെ? ഡിജിറ്റൽ സേവാ കേന്ദ്ര കേശു. നല്ല കറക്റ്റ് ടൈമിനാണല്ലോ ഞാൻ കയറി വന്നത്. ഇനിയിപ്പോ ഞാൻ എന്തായാലും ആരെയും തിരിച്ച് വട്ടപ്പാടിന്ന് വിളിക്കാൻ പോണില്ലേ. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അമ്മയും കൂടെ കേട്ടോ, ഇതേപോലെ വട്ടപ്പേരിനി എന്നെ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ
കേശുവിന്റെ മനസ്സ് തെറ്റി അറിയാല്ല, വെറും സൈക്കോ ആണ്, വെറും സൈക്കോ. ആ അങ്ങനത്തെ സൈക്കോളൊക്കെ നമ്മൾ നോർമലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനകത്ത് അടച്ചിട്ടിട്ട് 3 നേരത്തെ പച്ചവെള്ളം കൊടുക്കും. അത്ര എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. കാണടാ ഏ? കാണടാ എന്താ? കാണടാ ഇങ്ങനെ? കാണടാ കാണല്ല കൂടു ഡാ, ഞാൻ വിചാരിച്ചേ ഈ കാറും മഴ എന്താണ് ഇടിവെട്ടും മഴയൊക്കെ തോർന്ന് അന്തരീക്ഷം ശാന്തമായെന്നാണ്. തുടങ്ങിയ വീണ്ടും അമ്മ കേശു എന്തിനും റെഡിയാ. അതെ ബാത്റൂം പോകാൻ റെഡിയാ. എടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കില്ലേ കേശു? ഞാൻ ആദ്യമായിട്ട് നിനക്ക് മൊബൈൽ മേടിച്ചുകൊണ്ട് വന്ന് മാത്രമാണ് നിനക്ക് പുറം ലോകമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയ. ഈ മൊബൈൽ ഇല്ലെങ്കിൽ നീ എന്തുവാടാ ഇങ്ങനെ തേരാപ്പറ നടക്കാൻ പറ്റും കോൺടാക്ട് ഒന്നും ഇല്ലാതെ? ഡിജിറ്റൽ സേവാ കേന്ദ്രം ഇപ്പൊ ഡിജിറ്റൽ സേവാ കേന്ദ്രം. അതെ, എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇന്ന് ഫോൺ വേണം എന്ന് പറഞ്ഞ് നടന്നപ്പോ ചേട്ടൻ എനിക്കൊരു ഫോൺ മേടിച്ചു തന്നു. ആടാ എന്നും പറഞ്ഞോണ്ട് എപ്പോ നോക്കിയാലും ഫോണെന്ന് പറഞ്ഞോണ്ടിരുന്ന എന്ത് കഷ്ടോ? ഒരു കാര്യം ചെയ്യും ചേട്ടൻ, വലിയൊരു ഫ്ലക്സ് അടി. ഞാൻ കേശവന് ഫോൺ മേടിച്ച് കൊടുത്തു പറഞ്ഞിട്ട് ചേട്ടൻ്റെ തലയും കൂടെ വെച്ചിട്ട് എന്നിട്ട് പുറത്തു കൊണ്ടുവന്ന് തൂക്ക്. ദാരിദ്ര്യം പിടിച്ച കേസ് തന്നെ കേട്ടാ. ദാരിദ്ര്യം പിടിച്ച കേസാടാ, ദാരിദ്ര്യം പിടിച്ച കേസാ. എടാ 4, 3, 7 പേര് പറഞ്ഞ സേവാ കേന്ദ്രവും പിന്നെ കൊച്ചു പീക്കികൾ വെച്ചിട്ട് ട്യൂഷൻ സെന്റർ നടത്തി കഴിഞ്ഞ് നീ വലിയ മച്ചനാവടാ നീ. എന്താ? നീ വലിയ സംഭവമാടാ നീ. കൊള്ളപ്പലിശ കമ്പനിയില് ഒരു ഗുണ്ടകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കണ്ടവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് വലിയ ആളാപ്പെന്നാണ് ചേട്ടൻ വിചാരം. പ്രൊഫഷനെ കളിയാക്കണമാ, പ്രൊഫഷൻ ഡേ കൈ പിടിക്കാതെ നല്ല അടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും, ചവിട്ടിയൊക്കെ ചെയ്യും, തള്ളിയൊക്കെ ഇട്. ഇതിപ്പോ കൈ പിടിച്ചു തന്നെ ഒരു രസമില്ല കാണാൻ. അതാണ് നിർത്തിയ അമ്മാ എനിക്കിത് വേണം. എൻ്റെ സ്വന്തം അനിയനല്ലേ, ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് നടക്കുകയല്ലേ. അപ്പൊ ഒരു മൊബൈൽ മേടിച്ചു കൊടുക്കുമ്പോൾ അതിന് ഒരു ഉപയോഗം ആവില്ല, അതിന് യൂസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചു കൊടുത്ത് അതിനൊരു നന്ദിയില്ല ഒന്നുമില്ല. നിർത്ത്. മൊബൈല് എന്ത് പറഞ്ഞാലും മൊബൈൽ അല്ലേ? എന്നാ ഇരിക്കണേ, ചേട്ടൻ മേടിച്ചെന്ന മൊബൈൽ ചേട്ടൻ തന്നെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ടത്. ഓടാ നീ ഇത്രയാണ് യൂസ് ചെയ്ത മൊബൈൽ എനിക്ക് വേണ്ട, നീ കൊണ്ടുപോ. എനിക്ക് വേണ്ട. ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്ത അല്ലി പൊട്ടിക്കോ കത്തിച്ചളോ എന്താന്ന് വെച്ചാൽ അത് നീ അങ്ങ് ചെയ്ത പോലെ എൻ്റെ അടുത്ത് എന്തെന്ന് പറയണം, ഒറ്റയ്ക്ക് അങ്ങ് ചെയ്ത പോലെ. അതെ, കേശുവിനെ കുറിച്ച് ധാർമ്മിക ബോധമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡാ പോട്ടെ, ഒക്കെ കള മൊബൈൽ എടുക്ക്. ഇല്ലമ്മ സോറി, എനിക്ക് ഇനി മൊബൈൽ എടുക്കാൻ പറ്റില്ല. കാരണം മാനം കിട്ടുപോയമ്മ ഈ ചേട്ടൻ കാരണം. വെറുത്തു പോയി ഇത് കേട്ട് ഫോണെന്ന്. അതുകൊണ്ട് നീ ഇത് കൈ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആണല്ല, ഞാൻ പോവാ. എന്താന്ന് വെച്ച് ചെയ്തു. ഡാ എന്തായാലും വാശിയും വൈരാഗ്യവും ഈഗവും ഒക്കെ ദേ ഇവിടം വരെ എത്തി. ഇനി അടുത്തെന്താ പരിപാടി? ഈ മൊബൈല് എറിഞ്ഞു പൊട്ടിക്കോ അല്ലെങ്കിൽ വലിച്ചെറിയോ? ഞാൻ ചെയ്യണില്ല, അവൻ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ അമ്മ എന്താ വെച്ചാൽ ചെയ്യും. ഓ രണ്ടുപേർക്കും വാശിയാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനതൊന്നും കൈകൊണ്ടോടിയൊന്നുമില്ല, എന്തായാലും ചെയ്യും. എന്നാ അവിടെ ഇരിക്കട്ടെ മൊബൈല്. ആർക്കും വേണമെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ എനിക്കെന്തിനാ വല്ലവരുടെ ഫോൺ?